ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം UDF ഭരണസമിതിയിലേക്കും 2017 കൊടിമര പുനർനിർമ്മാണത്തിൽ പ്രത്യേക കേസെടുത്ത് അന്വേഷണം നടത്താൻ ഹൈക്കോടതി നിർദ്ദേശം. സ്വർണ്ണപ്പാളികളിൽ വീണ്ടും പരിശോധന നടത്താനും നിർദ്ദേശം. കോൺഗ്രസുമായുള്ള ഉഭയകക്ഷി ചർച്ചകളിൽ വിട്ടുവീഴ്ച ഉണ്ടാകുമെന്ന സൂചന നൽകി PJ ജോസഫ്. സീറ്റുകളിൽ വെച്ചുമാറ്റമുണ്ടാവാം. ഇത്തവണ ജയമാണ് മുഖ്യമെന്നും PJ ജോസഫ്. LDF വിടണമെന്ന ആവശ്യം ഒരു വിഭാഗത്തിൽ ഉയരുന്നതിനിടെ RJDയുടെ നിർണായക സംസ്ഥാന നേതൃയോഗം കോഴിക്കോട്ട്. കവി സച്ചിദാനന്ദന്റെ തുടർഭരണ പരാമർശത്തിൽ കരുതലോടെ പ്രതികരിച്ച LDF. ജാഗ്രതയോടെ പ്രവർത്തിക്കണമെന്ന സൂചനയാണ് ലേഖനത്തിലുള്ളതെന്ന് MV ഗോവിന്ദൻ. നിലപാട് ആവർത്തിച്ച് സച്ചിദാനന്ദൻ. തുടർഭരണം ആപത്താണെന്ന അഭിപ്രായവുമായി സാറ ജോസഫും. സാഹിത്യകാരന്മാരുടെ വിമർശനം ആയുധമാക്കി പ്രതിപക്ഷം. തിരുവനന്തപുരത്തെ സ്പാകളിലും മസാജ് സെന്ററുകളിലും കോർപ്പറേഷന്റെ പരിശോധന തുടരുന്നു. സ്ഥാപനങ്ങളുടെ മറവിൽ അനാശാസ്യം അനുവദിക്കില്ലെന്ന് മേയർ. ടൂറിസം വ്യവസായം നിയമവിധേയമായിട്ട് നിലനിൽക്കണം, സംരക്ഷിക്കപ്പെടണം. പക്ഷേ അതിൻ്റെ മറവിൽ ലഹരി ഇടപാടുകൾ, അതോടൊപ്പം തന്നെ മറ്റ് അനാശാസ്യ ഇടപാടുകൾ ഒരു കാരണവശാലും നഗരത്തിൽ അനുവദിക്കാൻ സാധിക്കില്ല. തിരുവല്ല സ്പായിലെ കൂട്ടബലാത്സംഗത്തിൽ ഒരു പ്രതി കൂടി പിടിയിൽ. നടൻ ബിജു മേനോനെതിരെ B ഉണ്ണികൃഷ്ണൻ. കരാർ പ്രകാരം സിനിമാ പ്രമോഷനിൽ പങ്കെടുത്തില്ല. നിർമ്മാതാവിന് 25 ലക്ഷം രൂപ നഷ്ടമായെന്നും ആരോപണം. അഭിനേതാക്കൾ ഉയർന്ന വേതനം ചോദിക്കുന്നത് പ്രതിസന്ധിയെന്നും നിർമ്മാതാക്കളുടെ സംഘടന. രാജ്യത്തെ ജനസംഖ്യ അസന്തുലിതാവസ്ഥയ്ക്ക് കാരണം മതപരിവർത്തനവും നുഴഞ്ഞുകയറ്റവും കുറഞ്ഞ ജനന നിരക്കുമാണെന്ന് RSS സർസംഘചാലക്. രാജ്യത്ത് ഭൂരിപക്ഷ ന്യൂനപക്ഷ സമുദായങ്ങളില്ലെന്നും മോഹൻ ഭഗവത്. ബ്രാഹ്മണന് മാത്രമല്ല RSS മേധാവിയാകാൻ കഴിയുന്നതെന്നും വിശദീകരണം. കുർബാന തർക്കത്തിൽ PFI ഇടപെടലെന്ന ആരോപണത്തിൽ അന്വേഷണം വേണമെന്ന എറണാകുളം അങ്കമാലി അതിരൂപത. എന്തൊക്കെ തെളിവുകൾ ലഭിച്ചുവെന്ന് ആൻഡ്രൂസ് താഴത്ത് വെളിപ്പെടുത്തണം. സഭാതലത്തിൽ അന്വേഷണം വേണമെന്നും ആവശ്യം. ഡോക്ടർ CJ റോയിയുടെ മരണശേഷം കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ആദ്യ വാർത്താ സമ്മേളനം ഇന്ന്. MD TA ജോസഫ് മാധ്യമങ്ങളെ കാണും. കമ്പനിയുടെ ഭാവി പ്രവർത്തനങ്ങൾ വിശദീകരിക്കും. അന്വേഷണത്തിനായി പ്രത്യേക അന്വേഷണ സംഘം ഉടൻ കൊച്ചിയിലെത്തും.